പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമായി മാറിയിരിക്കുകയാണ് ഒക്ടോബർ 7. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇസ്രായേലിലേക്ക് ഹമാസിന്റെ പോരാളികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് സമാനതകളില്ലാത്ത നരനായാട്ടിനാണ് പശ്ചിമേഷ്യയും ഫലസ്തീനും സാക്ഷ്യം വഹിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ബൃഹത്തായ നിർമ്മിതികൾ ഒരു മൺകൂമ്പാരമായി മാറി. മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വംശഹത്യയായി ഗസയിലെ ഇസ്രായേലിന്റെ അധിനിവേശം മാറുകയാണ്. ഹമാസ് ആക്രമണത്തിന് പ്രതികാരം ചെയ്യാനും ബന്ദികളെ തിരിച്ചെത്തിക്കാനുമായി ഇസ്രായേൽ ഫലസ്തീനിൽ തുടങ്ങിയ യുദ്ധം അതിഭീകരമായിരുന്നു. ആദ്യം വ്യോമാക്രമണം മാത്രമായിരുന്നു ഇസ്രായേൽ നടത്തിയതെങ്കിൽ പിന്നീട് കരയുദ്ധത്തിലേക്ക് അവർ കടന്നു. ആക്രമണങ്ങളിൽ 41,000 പേർ കൊല്ലപ്പെട്ടു, 100,000-ഓളം പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ ഭൂരിപക്ഷവും കുട്ടികളും സ്ത്രീകളുമായിരുന്നു. ആശുപത്രികളും അഭയാർത്ഥികൾ താമസിക്കുന്ന സ്ഥലങ്ങളും പലതവണ ആക്രമിക്കപ്പെട്ടു. ആശുപത്രികൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഇന്ധനം പോലും നൽകാതെ ഇസ്രായേൽ ഗസയെ വീർപ്പുമുട്ടിച്ചു. സ്കൂളുകളും ആശുപത്രികളും റോഡുകളും കുടിവെള്ള വിതരണവും മലിനീകരണ സംവിധാനവുമെല്ലാം 42 മില്യൺ മെട്രിക് ടൺ മണ്ണും അവശിഷ്ടവുമായി മാറി. യുദ്ധം തീർക്കാൻ ചർച്ചകൾ പലത് നടന്നു. എന്നാൽ ഒരടി പോലും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് മാറാൻ നെതന്യാഹു ഭരണകൂടം തയ്യാറായില്ല. ലോകരാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും നരനായാട്ട് നിർത്താൻ നെതന്യാഹു ഒരുക്കമായിരുന്നില്ല. ഗസ യുദ്ധം 1 വർഷം പിന്നിടുമ്പോൾ നെതന്യാഹുവും ഇസ്രായേലും എന്ത് നേടിയെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ബന്ദികളെ പൂർണ്ണമായും ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിക്കാൻ നെതന്യാഹു ഭരണകൂടത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഹമാസിന്റെ പോരാട്ട വീര്യത്തെ അവസാനിപ്പിക്കുവാനും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. നിരപരാധികളായ ഒരു പറ്റം മനുഷ്യരുടെ മരണത്തിനപ്പുറം ഒന്നും നേടാൻ ഗസ യുദ്ധത്തിലൂടെ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് അവരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളിവിട്ടു. ഗസ യുദ്ധവാർഷിക ദിനത്തിലും മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ലെബനാനിൽ പുതിയ യുദ്ധമുഖം തുറന്ന് പ്രതിസന്ധി കൂടുതൽ ഗുരുതരമാക്കുകയാണ് ഇസ്രായേൽ. ഇറാനെ കൂടി ആക്രമിച്ച് പോരാട്ടം പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നു. മറുവശത്ത് കീഴടങ്ങാൻ ഫലസ്തീനും ഹമാസും ഒരുക്കമല്ല. പ്രതിസന്ധികൾ തീമഴയായി പെയ്യുമ്പോൾ അതിനെ മറികടക്കാൻ പുതുവഴികളിലൂടെ സഞ്ചരിക്കുകയാണവർ. ഇസ്രായേൽ ആക്രമണം 1 വർഷം പൂർത്തിയാക്കുമ്പോൾ കീഴടങ്ങാൻ തയ്യാറല്ലാത്ത ഒരു ജനതയ്ക്ക് കൂടിയാണ് നമ്മൾ സല്യൂട്ട് നൽകേണ്ടത്.